ഇന്ന് കുക്കറിനകത്ത് ഇച്ചിരി ചോറ് വെച്ചിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ ഇതൊക്കെ പോയി കിടക്കണം. കണ്ടോ, കുക്കറിൽ ചോറ് വെച്ചിരിക്കുന്ന വിസിൽ പോയി. ഇന്ന് രാവിലെ ഉണ്ടല്ലോ കഴിക്കാൻ എന്താണെന്നറിയോ? കണ്ടോ, കപ്പ ഒഴുങ്ങിയതുണ്ടേ. ഉണ്ട്. കണ്ടോ, ഇതെന്താണെന്നറിയോ? മീൻതോരനാണ്. എന്ത് മീൻ തോരനാണെന്നറിയോ? കിളിമീൻ തോരൻ. അന്നേരം ഇനി എന്താ കറി വെക്കണമെന്ന് വിചാരിക്കുന്നത്? ഒരു ചേന ഇരിപ്പുണ്ട്, ചേനയുണ്ട്. ചേന വേണമെങ്കിൽ മെഴുക്കുവരട്ടി വെക്കാം, ഇല്ലേ? ചേന വേണമെങ്കിൽ മെഴുക്കുവരട്ടി വെക്കാം. പിന്നെ ഉള്ള ഒരു സംഭവമാണ് ഇത്. കണ്ടോ, ചേന ഉണ്ട്, അത് മെഴുക്കുവരട്ടി വെക്കാം. ചക്കക്കുരു ഉണ്ട്. ചക്കക്കുരു ശരിക്കും പറഞ്ഞാൽ ശരിയാണല്ലോ. ചക്കക്കുരു ഉപ്പി പറ്റിച്ചിട്ട് മെഴുക്കുവരട്ടി വെച്ചാൽ സൂപ്പറായിരിക്കുമല്ലോ, അല്ലേ? തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് മെഴുക്കുവരട്ടി വെച്ചാൽ സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ചക്കക്കുരു. ചക്കക്കുരു ഒക്കെ ഉണ്ടല്ലോ, ഞാൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്നാണ്ടു. ഇവിടെയൊക്കെ നമ്മുടെ എറണാകുളം സിറ്റിക്കകത്തൊക്കെ ഇവിടെ ചക്കക്കുരു ഒക്കെ ഉണ്ടാകുന്നത്. അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലല്ലേ ചക്കകട ഒരു ഇഷ്ടം പോലെ ചക്കകട, ഒരു മല പോലെ ചക്കകളാണ്. എത്ര 35 പ്ലാവാണുള്ളത്. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ വീട്ടിൽ കുറേ സ്ഥലവും കാര്യങ്ങളൊക്കെ. 30-35 പ്ലാവ് നിറച്ച് ചക്കകളാണ്. അന്നേരം ഞാൻ ഇന്നാളെ വീട്ടിൽ പോയപ്പം കുറച്ച് ചക്കക്കുരു എടുത്തുകൊണ്ട് വന്ന അതവിടെ ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്നിരുന്നൊരു പരുവമായി. ശരിക്കും പറഞ്ഞാൽ ചില സമയത്തൊക്കെ ഞാനിങ്ങനെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ കറിയൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ TV ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം ആ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ടൈം പാസ് പോലെയാണ് കറികളൊക്കെ ഉണ്ടാക്കുന്നത്. എനിക്ക് അങ്ങനെ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ പോയി ഇതിനു വേണ്ടി മെനക്കെട്ടുണ്ടാക്കാൻ എനിക്ക് വലിയ ഇഷ്ടമില്ല. TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചക്കക്കുരു ആണെങ്കിലും അതിങ്ങനെ ചിരണ്ടി എടുത്തിട്ട് മെഴുക്കുവരട്ടി വെക്കും. മെഴുക്കുവരട്ടി വെച്ചാൽ സൂപ്പറാണ്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഉപ്പി പറ്റിച്ചിട്ട് നല്ല വെളിച്ചെണ്ണയ്ക്കകത്തിട്ടൊന്ന് മെഴുക്കുവരട്ടി വെച്ച് എത്ര സൂപ്പറാണ് കഴിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം ഇന്ന് ചക്കക്കുരു മെഴുക്കുവരട്ടി ചെയ്യണം. കുറച്ച് കഴിയട്ടല്ലേ, രാവിലെ എണ്ണീറ്റതല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞോട്ടെ. ചിലപ്പോൾ എൻ്റെ ഒരു മൂഡ് പോലെയൊക്കെ തന്നെ ഇരിക്കും. ചിലപ്പോൾ ഞാനിന്ന് വെക്കില്ല. ഞാനെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇച്ചിരി പോത്തിറച്ചിയൊക്കെ വാങ്ങിച്ച് കറി വയ്ക്കണമെന്നൊക്കെ ഒരു വിചാരമുണ്ട് എനിക്ക് മനസ്സിനകത്ത്. അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മീൻതോരനുണ്ട്, മീൻതോരൻ കൂട്ടി കപ്പ തിന്നാം. പോത്തിറച്ചിയൊക്കെ വാങ്ങിച്ച് ഉച്ചയ്ക്ക് ചോറുണ്ണാം. ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് കഞ്ഞിയാണോ കുടിച്ചത്. എനിക്ക് ബോഡി അത്ര സുഖമില്ലായിരുന്നേ. അന്നേരം കഞ്ഞിയാണ് കുടിച്ചത്. അന്നേരം ഇപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ചോറ് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇറച്ചി വാങ്ങിച്ചുകൊണ്ടൊന്ന് വെക്കാം, അതാണ് നല്ലത്. ഒറ്റയ്ക്കാണെങ്കിലും ഉണ്ടല്ലോ നല്ല ഫുഡ് കഴിക്കുന്ന ആളാണ് ഞാൻ. നമ്മളെ ഫുഡ് കഴിക്കാതൊക്കെ ഇരുന്നിട്ട് എന്ത് കാര്യമാണ്? ഞാൻ ഫുഡൊക്കെ കഴിക്കുന്ന നന്നായിട്ട്. അന്നേരം അങ്ങനെയാണോ പ്രതീക്ഷിച്ചിരിക്കുന്നത്. കുറച്ച് കഴിയട്ടെ, അല്ലേ? അന്നേരം അങ്ങനെയൊക്കെ തന്നെ ചെയ്യാം, അല്ലേ? അതല്ലേ നല്ലേ. വന്നാൽ ചക്കക്കുരു മെഴുക്കുവരട്ടി ഇറച്ചിക്കറിയും കൂട്ടി എല്ലാവർക്കും ഒരു ഊണ് തരാം. മാക്സിമം 2 പേർ കഴിക്കാനുള്ള ഞാൻ കുറച്ച് ചോറ് കുറച്ചേ കഴിക്കുകയുള്ളൂ. ഞാനൊരു ഇത്രയൊരു സ്റ്റീൽ ഗ്ലാസ്സില്ലേ, ആ സ്റ്റീൽ ഗ്ലാസ്സിന് ഒറ്റ ഗ്ലാസ് ചോറാണ് വയ്ക്കുന്നത്. ആ ചോറ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസം കഴിക്കാനുള്ള ചോറുണ്ട്. ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെയും കഴിക്കാം. ഞാനങ്ങനെ നാളെയൊന്നും കഴിക്കാറില്ല. ഞാൻ ഇന്ന് വെക്കുന്ന ചോറ് തന്നെ കഴിക്കത്തുള്ളൂ. ഫ്രഷായിട്ടുള്ള ചോറ് മാത്രമേ കഴിക്കാറുള്ളൂ. തലേദിവസത്തെ ചോറ് എനിക്ക് കഴിക്കുന്നതിനോട് താല്പര്യമില്ല. അങ്ങനെയാണ്. കുറച്ച് ചോറ് ഒരാൾക്കൂടി വെക്കും. ജസ്റ്റ് ഒരാളോട് വന്നാൽ നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ, അതിനുവേണ്ടി അങ്ങനെ വെക്കുന്നത്. അന്നേരം പിന്നെ ചോറില്ലെന്ന് ഒരാൾ ഉച്ച സമയത്ത് നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചോറ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കറി ഇല്ലെങ്കിലും കറിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കഴിക്കാം. ചോറില്ലെങ്കിൽ നമുക്ക് വലിയ പാടാണ്, ഇല്ലേ? അതാണ്.